തല പോയതാണോ അതോ? ഇപ്പം വേറൊരു ഞാൻ പറഞ്ഞേ കണ്ട പഞ്ചായത്തിൽ നിന്ന് അവന് വീട് അനുവദിച്ചു വന്നിച്ചു ആഞ്ഞു പിടിച്ചു കൊത്തുക. എന്നിട്ട് കൊത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് എല്ലാവരും കൂടെ പഠിക്കുന്നത് ആ പണിറച്ചത്തെ ചെറുക്കൻ വീണ ഇവിടെ 2 ചേട്ടന്മാരെ ഒരുപോലെ മരിച്ചതോ ഊരിയിട്ട് അങ്ങനെ വെച്ച് വണ്ടി ഇടിച്ചടാ. അമ്മ ഇത്ര തരം മാടത്തടാരിയല്ലേ പെട്ടെന്നൊക്കെ സബ്ജക്റ്റ് മാറി. അല്ല അത് പറയട്ടെ, അതിനെ കുറിച്ച് അവര് പറയാൻ കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പൊ അമ്മച്ചി മാടത്താനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ മാടത്താനെ നോക്കിയിരുന്നപ്പോ അല്ല കുണ്ടർക്കിളിയാ എന്താണ് ആരുമില്ലാത്ത നേരമാണ് ഇപ്പൊ ഉച്ചക്ക് മറ്റവരൊക്കെ ജോലിക്ക് പോയിരിക്കുക. ഇപ്പൊ വന്നപ്പോ ഒരു സ്ഥലം കണ്ടുപിടിച്ചപ്പം അത് ആഞ്ഞു കൊത്തി ദൂരെറിയേ ഭയങ്കരമായിട്ട് പാനം വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞേ നമുക്കാർക്കും പഞ്ചായത്ത് അവന് വീട് അനുവദിച്ചിട്ടുണ്ട്. എവിടെ നമ്മൾ ഇന്ത്യ മണ്ടയ്ക്ക് ശക്തിക്ക് വണ്ടിയും പുള്ളി മാനം വെട്ടുപോ കൊത്തി കൊത്തിയൊക്കെ എറിയുന്നുണ്ട്. എന്നിട്ട് പറന്നു പോയച്ച് പിന്നെയും വന്നിട്ട് കൊത്തിയാണ്. കാര്യം ഇനി സ്ഥാപിക്കും വൈകുന്നേരം തന്നെ വിളിക്കാൻ തന്നെ ഇത് എന്റെ വീടാണെന്ന് ഞാൻ ഇത്ര കെട്ടി നിങ്ങൾ എവിടെ പോയിരിക്കുന്നു. ഞാനിപ്പോ ഇവിടെ താമസക്കാരനാണ്. എല്ലാവരും താഴെ കൊണ്ടുപോയി കൂട് വെച്ച് ഇന്ന് തെളിവിളി നടക്കും. ഒരുത്തം വന്നതല്ലേ. ബാക്കിയുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ലേ? അവരെല്ലാം വീട് കെട്ടിട്ടും പണിക്ക് പോയിരിക്കുക. അപ്പൊ ഉള്ളി വാക്ക് മനസ്സിലായോ ഒരു കിടപ്പാടം എന്തായാലും വേണം. ഞാൻ പോയി വെട്ടട്ട് വരുമ്പോ നമ്മൾ വീടാണ്. അപ്പൊ മനസ്സിലാ നിങ്ങൾ പോയി ഇപ്പൊ അവര് ഇല്ലാത്ത നേരം ഉച്ചയാ നല്ല വെയിലാ. നിങ്ങളും ഇപ്പൊ വാനം വെട്ടി കല്ലിട്ട് പഞ്ചായത്ത് അപ്പൊ വീട് വെക്കണമെങ്കിലേ വൈകുന്നേരം കയറുമ്പം പെൺകുളവാന്ന് കയറുമല്ലോ. കയറുമ്പം ഞങ്ങൾക്ക് വീടുണ്ടായല്ലോ. നിങ്ങളിത് എവിടെ പോയിരിക്കാൻ ഞങ്ങൾ ഇത്രയും കെട്ടിപ്പൊക്കിയപ്പോ നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീടാണ്.